മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഇവരൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടോ. ഇത് നമ്മുടെ അടിപൊളി ഫാനാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവർക്ക് കുറച്ച് വെള്ളമോ തണുപ്പൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ കല്ലായാലും വേണ്ടിയില്ല മണ്ണായാലും വേണ്ടിയില്ല ഉണ്ടാവും. ഇതിപ്പോൾ കരിങ്കല്ലിൻ്റെ മുകളിൽ ഉണ്ടായതാണ്, മതിലിൻ്റെ മുകളിലാണ് കേട്ടോ ഇത് ഉണ്ടായിട്ടുള്ളത്. മതിലിൻ്റെ മുകളിൽ അതുപോലെ തന്നെ നമ്മൾ കിണറൊക്കെ ഉണ്ടാവില്ല, പണ്ട് കിണർ, ഇപ്പോൾ കിണറൊക്കെ കുറവാണ്. കിണറിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ചെടിയാണ് ഇത്. ഫാനാണ് കേട്ടോ, നല്ല അടിപൊളി ഫാനാണ്. ഈ ഒരു ചെടി നമ്മൾ ഒരു വൈറ്റ് പോട്ടിലേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒന്നിച്ച് കുറച്ചും കൂടി പറിച്ചെടുത്തിട്ട് നമുക്കൊരു ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ. പക്ഷേ വേനൽക്കാലത്ത് ഇത് ഉണങ്ങിപ്പോവും, കാരണം ഇതിന് തണുപ്പും മഴയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഇത് ഉണങ്ങിപ്പോവും. ഞാൻ ഒരിക്കൽ ചെയ്തിരുന്നു, ഒരു 5-6 തരത്തിലുള്ള ഫാൻ ചെടി ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഞാൻ നട്ട് കൊടുത്തിരുന്നു കേട്ടോ. കുറേ കാലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതൊരു ഫാനാണ് കേട്ടോ, ഇത് നല്ല ഭംഗിയുള്ളൊരു ഫാനാണ്. ഇതൊക്കെ ഇത് മതിൽപ്പച്ച എന്നൊക്കെ പറയും നമ്മൾ. ഇത് നല്ല ഭംഗിയിൽ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ മഴ പെയ്തിട്ടേ ഉള്ളൂ, കുറച്ചും കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇങ്ങനെ കല്ലിലിങ്ങനെ കാണാം. അതുപോലെ തന്നെ അവിടെ മുക്കൂറ്റിയൊക്കെ മുളയ്ക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഇങ്ങനെയുള്ളൊരു, ഇവർക്കൊക്കെ തണുപ്പ് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഫോണിലൂടെ എത്രത്തോളം ഭംഗിയുണ്ട് അറിയില്ല. നല്ല ഭംഗി കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.